വന്ന് നാട്ടിലെ പോലീസുകാർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഏതെങ്കിലും ഒരു ക്രിമിനലിനെ പോലീസ് പിടിച്ചാൽ ക്രിമിനൽ റിമാൻഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറക്കി പോലീസുകാരനെ എടുത്തിട്ട് ഇടിക്കും, എവിടെയെങ്കിലും വച്ച് സ്കെച്ച് ചെയ്ത് പിടിച്ച് ഇടിക്കും. ജയിൽ ജീവനക്കാർക്കും സ്ഥിതി അതായിട്ടുണ്ട്. സാധാരണ ജയിൽ ജീവനക്കാരെ ഈ ജയിൽ മോചിതരായ ആളുകൾ, പ്രതികളോ അല്ലെങ്കിൽ അന്തേവാസി റിമാൻഡ് തടവിൽ കഴിഞ്ഞവരോ മർദ്ദിച്ചതായി നമ്മൾ കേൾവിയില്ല. പല കിടിലം പ്രതികളും ജയിലിൽ കിടന്നിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ജയിൽ ജീവനക്കാരെ അങ്ങനെ മർദ്ദിച്ചതായി കേട്ടിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ ജയിലിലെ ഉദ്യോഗസ്ഥനായ പ്രിജിത്തിന് ഒരു ദുരനുഭവമുണ്ടായി. പ്രിജിത്തും ഭാര്യയും കൂടി തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ പിന്നിൽ നിന്ന് ഒരുത്തൻ വന്ന് പൂണ്ടടക്കം പിടിച്ച് പള്ളയിൽ കത്തി കയറ്റി കളയും, ഡാഷ് മോനെ എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് 4-5 ഇടിയും അങ്ങ് ഇടിച്ചു കൊടുത്തു. പ്രജിത്ത് അന്തിച്ച് നിൽക്കുകയാണ്. ഇത് ആരടാ എന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ 2-3 ഇടി പൊട്ടി. കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇപ്പം കുത്തി കയറ്റി കളയുമെന്നാണ് ഭീഷണി. ഭാര്യ നിലവിളിച്ച് തടയാൻ ശ്രമിച്ചപ്പോൾ ഭാര്യയും ചീത്ത വിളിച്ച് ഓടിച്ചു. എന്നിട്ട് ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്രജിത്തിനെ വലിച്ചു കൊണ്ടുപോയി ഇടിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തു. പ്രജിത്തിന് ഒന്ന് കണ്ണു ചിമ്മിൻ തുറന്നപ്പോഴാണ് ആളിനെ പിടികിട്ടിയത്. ഇടിയും അടിയൊക്കെ കൊണ്ടെങ്കിൽ ഇവനാരാ? ഇവൻ്റെ പേര് TS ആശിഷ് എന്നാണ്. ഇവൻ തലസ്ഥാനത്തെ പ്രമുഖ വിവരാവകാശ പ്രവർത്തകൻ എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ നമ്പർ 1 ക്രിമിനലാണ്. എന്താണ് ഇവന് ഈ ജയിൽ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കാനുണ്ടായ ചേതോവിഹാരം? അതൊരു വലിയ കഥയാണ്. 2022-23 കാലഘട്ടത്തിൽ ഫോർട്ട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 219/2022 എന്ന കേസിലെ പ്രതിയാണ് ഈ TS ആശിഷ് എന്ന് പറയുന്ന വില്ലൻ. അത് മറ്റൊന്നുമല്ല, ഫോർട്ട് ആശുപത്രി, സർക്കാർ ആശുപത്രി, അത് മറ്റൊന്നുമല്ല ഫോർട്ട് സർക്കാർ ആശുപത്രിയിൽ കടന്നു കയറി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ ആശിഷ് മർദ്ദിച്ചു. ഈ ആശിഷിനെ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. കോടതി റിമാൻഡ് ചെയ്യുമ്പോൾ ജയിലിൽ അടയ്ക്കുമല്ലോ, 10-15 ദിവസം ജയിലിൽ കിടക്കണം. എന്നിട്ടായിരിക്കും ജാമ്യം ലഭിക്കുക. അല്ലെങ്കിൽ കുറ്റപത്രം കൊടുക്കുന്നതുവരെ ജാമ്യമില്ലാതെ കിടക്കേണ്ടി വരും. അത് കേസിൻ്റെ സ്വഭാവം പോലെയാണ്, അല്ലെങ്കിൽ പ്രതികളുടെ വക്കീലിൻ്റെ മിടുക്ക് പോലെയാണ്, അല്ലെങ്കിൽ പോലീസുകാരുടെ വീഴ്ച പോലെയാണ് ജാമ്യമൊക്കെ കിട്ടുന്ന കാര്യം. ഇവനെ ജയിലിൽ റിമാൻഡ് തടവുകാരനായി ജയിലിൽ കൊണ്ടുവന്നു. ഇവൻ ജന്മം ചെയ്താൽ ജയിൽ ചട്ടങ്ങൾ പാലിക്കില്ല, ജയിലിൽ ഉദ്യോഗസ്ഥർ പറയുന്നതൊന്നും അനുസരിക്കില്ല. ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ് നമ്മുടെ പ്രജിത്ത്, പരാതിക്കാരൻ, ഇപ്പോൾ മർദ്ദനമേറ്റ പ്രജിത്ത്. ഈ പ്രജിത്ത് പലതവണ എന്നോട് പറഞ്ഞു ജയിൽ ചട്ടങ്ങളെ പാലിക്കണം. പക്ഷേ അപ്പോൾ പ്രജിത്തിനെ ജയിലിനുള്ളിൽ വെച്ച് ചീത്ത വിളിച്ചു. പ്രജിത്ത് നേരെ ജയിൽ സൂപ്രണ്ടിനെ വിവരമറിയിച്ചു. ജയിൽ സൂപ്രണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമ നടപടി കൂടി ഈ പ്രതിക്കെതിരെ, ഈ റിമാൻഡ് തടവുകാരനെതിരെ സ്വീകരിച്ചു. അതിലുള്ള വ്യക്തി വൈരാഗ്യമാണ്. ഞാൻ ചീത്ത വിളിച്ചാൽ നീ മര്യാദയ്ക്ക് കേട്ടുകൊണ്ടുപോകണം, നീ കാക്കിയിട്ട് ജയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായി നിൽക്കുക എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള എന്നെപ്പോലുള്ള പ്രതികൾ നിന്നെ ചീത്ത വിളിച്ചാൽ നീ കേൾക്കണം എന്നാണ് TS ആശിഷ് പറയുന്നത്. വലിയ വിവരാവകാശ പ്രവർത്തകനാണ്. അപ്പോൾ എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? പ്രജിത്ത് സൂപ്രണ്ടിന് റിപ്പോർട്ട് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവൻ്റെ വ്യക്തിപരമായ പക വന്നത്. ആ പകയുടെ അനുരണനമാണ്, പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ 18-ാം തീയതി, ജൂലൈ 18-ാം തീയതി ചാലയിൽ വൈകുന്നേരം 7:40 പ്രജിത്തും ഭാര്യയും സാധനങ്ങൾ വാങ്ങി നടന്നു പോകുമ്പോൾ ഈ ആശിഷിൻ്റെ ആക്രമണം പ്രജിത്തിനെ നേരിടേണ്ടി വരുന്നത്. പ്രജിത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു, FIR ഇട്ടു. പക്ഷേ ഈ ആശിഷ് അണ്ടർഗ്രൗണ്ടിലാണ്, ഒളിവിൽ തന്നെയാണ്. ഇവനെ പിടികൂടാൻ ഇന്നിപ്പോൾ 23ആയിട്ടും ഏകദേശം 5 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഇവനെ പിടികൂടാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സേനയിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ജയിൽ ഉദ്യോഗസ്ഥരെന്ന് നമുക്കറിയാം. ആ ജയിൽ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച് അവശനാക്കിയ പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇവൻ ഈ ജയിലിൽ നിന്ന് റിമാൻഡ് കാലാവധിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം നിരന്തരം ജില്ലാ ജയിലിനെ കുറിച്ചും ജില്ലാ ജയിൽ ഉദ്യോഗസ്ഥരെ കുറിച്ചുമൊക്കെ വിവരാവകാശം എടുക്കുക, എന്നിട്ട് അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുക, അവരെ തലങ്ങും വിലങ്ങും അവരെ വ്യക്തിഹത്യ ചെയ്യുക എന്ന വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ ആശിഷ്. അപ്പോൾ പലതവണ ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ആശിഷ് ഈ ജയിലധികൃതർക്കെതിരെ, ജയിലിലെ പ്രവർത്തനങ്ങൾക്കെതിരെ നിരന്തരം ഇങ്ങനെ പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉദ്യോഗസ്ഥർക്കറിയാം. അതൊക്കെ ഒരു വഴിക്ക് പോകട്ടെ എന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെ വ്യക്തിപരമായ പകമൂത്ത അറ്റാക്ക് ജയിൽ ഉദ്യോഗസ്ഥൻ പ്രതീക്ഷിച്ചിരുന്നില്ല, ഉദ്യോഗസ്ഥരാരും പ്രതീക്ഷിക്കുന്നില്ല. ഇത് വലിയൊരു ആക്രമണമാണ് തലസ്ഥാനത്ത് നടന്നത്.
ഈ പ്രതിയെ എത്ര വിവരാവകാശ പ്രവർത്തകനാണെന്ന് എന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ അതിർക്കും മേലെയാണെങ്കിലും പോലീസ് പിടികൂടണം. പിടികൂടിയിട്ട് ശക്തമായ നിയമ നടപടി ഈ പ്രതിക്കെതിരെ സ്വീകരിക്കണം. കാരണം ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ജയിലിലെ അന്തേവാസികളുടെ സുരക്ഷാ ചുമതലയും അവരെ തിരുത്താൻ ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അത് വലിയ നാണക്കേടാണ്, സേനയ്ക്കാകെ തന്നെ നാണക്കേടാണ്. സേനയുടെ ആത്മവീര്യത്തെ, മനോബലത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. നാളെ ഇവനേക്കാൾ വലിയൊരു ക്രിമിനൽ ജയിലിൽ അന്തേവാസിയായി എത്തിയാൽ ഈ ഉദ്യോഗസ്ഥർ എങ്ങനെ അവനോട് പെരുമാറും? അവനെ താക്കീത് ചെയ്യും, അവനോട് ജയിൽ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് ശാസിക്കും. അങ്ങനെ ചെയ്യാൻ അവർക്കുള്ള മനോവീര്യം നഷ്ടപ്പെട്ടു പോകും. കാരണം ഈ ക്രിമിനൽ പുറത്തിറങ്ങിയാൽ തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും എന്തു ചെയ്യുമെന്ന ഭയം അവരെ വേട്ടയാടും. ആ ഭയം ജയിലുദ്യോഗസ്ഥരെ വേട്ടയാടാതിരിക്കണമെങ്കിൽ പോലീസ് ഉണർന്നു പ്രവർത്തിക്കണം. ജയിലധികൃതർക്ക് പുറത്തുപോയി പ്രതിയെ പിടിക്കാൻ പറ്റില്ലല്ലോ. പ്രതികളെ കോടതി ജയിലിലെത്തിച്ചാൽ, കോടതി മുഖാന്തരം ജയിലിലെത്തിച്ചാൽ അവരെ അവരുടെ സുരക്ഷ നോക്കുക, അവരെ കറക്റ്റ് ചെയ്യുക എന്ന ക്രമം മാത്രമേ, എന്ന നിയമ നടപടി മാത്രമേ ഈ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ച് TS ആഷിഷ് എന്ന ക്രിമിനലിനെ, വിവരാവകാശ പ്രവർത്തകരെന്ന ആട്ടിൻതോലിട്ട് നടക്കുന്ന ആ ചെന്നായയെ പിടിച്ച് അകത്താക്കാൻ കരളുറപ്പ് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിസ്മയ ന്യൂസിനും പറയാനുള്ളത്.